മദീനയിലെ ആദ്യത്തെ കുഞ്ഞ്. അന്ന് ജൂതന്മാർ പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന്. എല്ലാവർക്കും പേടിയായി. ഇനി ആരെങ്കിലും ഗർഭിണിയാണോ ജനിക്കുമ്പോഴേ കുഞ്ഞ് മരിക്കും എന്ന് മദീനയിലാകെ ഒരു റൂമർ. മദീനത്തെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പൊ ജൂതന്മാർ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഒറ്റ കുട്ടിയും ജീവിച്ചിരിക്കൂല, ഒരു കഥ തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് പൂർണ്ണ ആരോഗ്യവാനായി അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർക്ക് സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട അനുയായിയുടെ മകനായി സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ജന്മം കൊടുത്ത മോനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആദ്യ നബി തങ്ങൾ ആ മധുരം കൊടുത്തത്. അതുകൊണ്ടാണ് ഒരു 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 ശ്രേഷ്ഠനായ ഒരു മഹാന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, കുട്ടിക്ക് മധുരം കൊടുക്കുക. പറ്റിയെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടിൻ്റെ വല്യമാനെ കൊണ്ടോ വല്യപ്പാനെ കൊണ്ടോ ഉപ്പാനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ഒരു കുഞ്ഞിന്റെ ജനനം ആരംഭിക്കുകയാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, നിങ്ങളുടെ ആദ്യത്തെ മദ്രസയാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ആദ്യത്തെ മദ്രസയാണ്. അത് ഉമ്മാര് മനസ്സിലാക്കണം. നമ്മളൊരു പാഠശാലയാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിന് മദ്രസ എന്ന് അറബി പറയാ. മദ്രസക്ക് മദ്രസ എന്ന് പറയും, മദ്രസക്ക് എന്താ പറയാ, സ്കൂളിന് മദ്രസ എന്നല്ലേ പറയാ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം, സ്കൂളിന് മദ്രസ എന്ന് പറയുമോ? ആണ്, സ്കൂളിന് മദ്രസ എന്നാ പറയാ. പാഠശാല എന്ന അതിൻ്റെ അർത്ഥം. ദീനിന്റെ പാഠം പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ മദ്രസ എന്ന് മാത്രം പറയും, അവിടെ സ്കൂൾ എന്ന് പറയില്ല. മദ്രസക്ക് പോവുക രാവിലെ, പാഠശാല എന്ന് അതിനർത്ഥം. സ്കൂൾ എന്ന് പറഞ്ഞാലും തന്നെയല്ലേ. ഉമ്മ ആദ്യത്തെ മദ്രസയാണ്. അപ്പൊ ഉമ്മ ഒരു അധ്യാപികയാണ്. അധ്യാപനം എന്നത് ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശങ്ങളും പരിപാലനവും, വൺ ടു വൺ കെയർ. ഒരാൾക്ക് നേരിട്ട് കൊടുക്കുന്ന അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ. ഒരു സ്കൂളിൻ്റെ, ഒരു മദ്രസയുടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ മാക്സിമം കപ്പാസിറ്റി 22 കുട്ടികളെ പറ്റുള്ളൂ എന്നാണ് ഇന്റർനാഷണൽ റൂൾ. അതാണ് 22 കുട്ടികളിൽ കൂടിയ 24 വരെ പോകാം. ആ ഒരു 24 കുട്ടികളെ മാത്രമേ ഒരു അധ്യാപകന് നേരിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂട്ട പഠിപ്പിക്കുക, വേദ പറയണ പോലെ കയറാം. കേട്ടോ കേട്ടില്ലേ പഠിച്ചോ ഇല്ലേ ആരറിയും. 60, 70, 200 കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ഉസ്താദ് പഠിപ്പിക്കുന്നു. അതിന് ദർസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് പഠിപ്പിക്കലല്ല, അതൊരു വാഴതാണ്, ഒരു ഉത്ബോധനം. കേട്ടു. പഠനം എന്നത് 1 to 1 ആണ്. നിനക്ക് മനസ്സിലായോ? ഇല്ല. അതിന്റെ ഉത്തരം എന്താ? അവൻ പറഞ്ഞ ഉത്തരം ശരിയാണോ? ആ ശരി ഉത്തരത്തിലേക്ക് എന്തെങ്കിലും നിനക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും ബ്രെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന പണിയാണ് ഒരു അധ്യാപകൻ ചെയ്യുക. 22 കുട്ടികളെ കൊണ്ടേ പറ്റുള്ളൂ, കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ഇത്ര കുട്ടികളുടെ മദ്രസയിൽ അതല്ല വിഷയം. ഒരു ക്ലാസ് റൂമിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ. 22 കുട്ടികൾ, അതിനപ്പുറം സ്ഥാനം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു പാഠം തീർത്തേക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, പഠിപ്പിക്കാൻ കഴിയില്ല. ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതാണ് അധ്യാപകന്റെ ജോലി. നേരിട്ട് ഓരോ കുട്ടിയെയും അവരുടെ ഫുറൂഖുൽ ഫർദിയ എന്ന് പറയും, ഡിഫറൻസിയേഷൻ. എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കൂല. ചിലർക്ക് കണ്ടാലേ മനസ്സിലാവൂ, ചിലർക്ക് കാട്ടിക്കൊടുത്താലേ അറിയൂ, ചിലർക്ക് എഴുതി പഠിപ്പിച്ചാലേ പഠിയൂ. പലർക്കും പല തരത്തിൽ ലേണിംഗ് പല തരത്തിലാണ്. മുമ്പ് നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്നൊക്കെ ഒരുപാട്, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേ പാഠം, ബോർഡും എഴുതുന്നു, പകർത്തി എഴുതുന്നു, പറഞ്ഞിരുന്നു, കഴിഞ്ഞു. ഇന്നങ്ങനെയല്ല. ഇന്ന് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഇത്തരം മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാ കുരങ്ങനും ആനയെയും മുതലയെയും കൊണ്ടുവന്ന് നിർത്തി മത്സരം നടത്തുകയാണ്. ഈ മരത്തുമ്മ കയറണോനെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ മാത്രമേ ജയിക്കുള്ളൂ. ആനക്ക് കയറാൻ പറ്റുമോ? മുതലക്ക് കയറാൻ പറ്റുമോ? ഇതുപോലെയാണ് മനുഷ്യർന്ന. എല്ലാവരും ഒരേ കഴിവല്ല. എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ചോദിച്ചാൽ അവർ ഓറലി മറുപടി പറയും, പക്ഷെ എഴുതാനോലെ കൊണ്ട് കഴിയില്ല. ആ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കി അധ്യാപനം ചെയ്യുന്നിടത്താണ് ടീച്ചർ എന്ന് പറയുന്നത്. അതാണ് അധ്യാപകൻ. ഞാൻ അധ്യാപകനാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ബ്രെയിനുകളോടാണ് സംസാരിക്കേണ്ടത്, തലച്ചോറിനോടാണ് സംസാരിക്കേണ്ടത്. കമ്പ്യൂട്ടറിന് മുമ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് പോകലേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് റെസ്പോൺസ് വരുന്ന ജീവനുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത്. അധ്യാപനം ഒരു വലിയ ദൗത്യമാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ സെന്റ് ആസ് എ ടീച്ചർ. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാൻ, ഞാനൊരു അധ്യാപകനായിട്ടാണ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുദരിസുമാർക്കും ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും ഇതിലേറെ അഭിമാനിക്കാൻ വേറൊന്നും വേണ്ട. ഉമ്മ ഒരു മദ്രസയാണ് എന്ന് പറയുമ്പോ ഉമ്മ ഒരു മുദർരിസത്താണ്. ഉമ്മ അധ്യാപനമാണ് ചെയ്യുന്നത്.
ഉമ്മ ചെയ്യുന്നത് കുട്ടികൾ കോപ്പിയടിക്കും. Children may have failed to listen to their parents, but they have never ever failed to imitate them. കുട്ടികളെ സംബന്ധിച്ച് പറയുന്നൊരു വലിയൊരു ആപ്തവാക്യമാണ്. കുട്ടികൾ ഒരു പക്ഷേ പറഞ്ഞത് കേൾക്കാൻ വിസമ്മതിച്ചേക്കാം. കുട്ടിയോട് പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞേക്കാം, അല്ലേ? പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്ത് കളിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാകാം. നിങ്ങൾ പറഞ്ഞത് മക്കൾ കേട്ടിട്ടില്ലായിരിക്കാം. ചിൽഡ്രൻ മേ ഹാവ് ഫെയിൽഡ് ടു ലിസൺ ടു യു. നിങ്ങൾ പറഞ്ഞത് ഒരു മുഴുവൻ കേട്ടിട്ടൊന്നുണ്ടാവില്ല. പക്ഷേ they have never ever failed to imitate you. നിങ്ങളെ അനുകരിക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവരൊരിക്കലും പരാജയപ്പെടാറില്ല. കുട്ടികൾ കണ്ടുപിടിക്കും. നിങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യും, നിങ്ങൾ പറയുന്നത് അവർ ചെയ്തില്ല എന്ന് വരും. ശരിയല്ലേ? നമ്മൾ പറയുന്നത് അവർ കേട്ടോണമെന്നില്ല. പക്ഷേ ഉമ്മ ചെയ്യുന്നത് കുട്ടി എപ്പോഴെങ്കിലും, ഉമ്മ നിസ്കരിക്കുമ്പോൾ കുട്ടിയും വന്നിട്ട് റുക്കുവും സുജൂദൊക്കെ ചെയ്യും. കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ല, ഉമ്മ ചെയ്യുന്നത് കണ്ട് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ, അല്ലേ? അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ മക്കളുമായി ചെലവഴിക്കുന്നവരാണ് ഉമ്മമാരെന്ന നിലയിൽ അവരിൽ അധ്യാപനത്തിന്റെ ഒരു ആസ്പെക്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരു മദ്രസ, അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. അവര് സിനിമ കണ്ടിരുന്നാല് കുട്ടികൾ പോകുന്നു, എന്താ അമ്മ സിനിമ കാണുന്നത്, ഇതൊന്നും അവർ ചോദിക്കൂല. പക്ഷെ അവര് അതാണ് കാണാൻ ശ്രമിക്കുക, അവരതാണ് ഇമിറ്റേറ്റ് ചെയ്യുക. ആ മദ്രസയെ നിങ്ങൾ തയ്യാറു ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല അടിസ്ഥാനമുള്ള, അടിത്തറയുള്ള, നല്ല സുദൃഢമായ, സുശക്തമായ ഒരു തലമുറയാണ് ആ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉമ്മമാരാണ് ദീൻ ആദ്യം പഠിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, الأم مدرسة إذا أعددتها أعددت جيلا طيب العراق. ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ ചെറുപ്പത്തിൽ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വന്ന ഹബീബിന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പഠനം മുഴുവൻ നടത്തിയത് വിവാഹത്തിന്റെ ശേഷമായിരുന്നു എന്ന് മനസ്സിലാക്കണം. വിവാഹിതയായതിന്റെ ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയത്. അത്വാ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞങ്ങൾ ആയിഷ ബീവിയോട് ഏതെല്ലാം വിഷയങ്ങളിൽ മസ്അല ചോദിച്ചാലും ഒരു വിഷയത്തെക്കുറിച്ചും ആയിഷ ബീവിക്ക് അറിയാത്തതില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചിരുന്ന മഹദിയാണ്. തിബ്ബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വശംവദയാക്കിയിട്ടുണ്ട്. ആയിഷ ബീവിയോട് ചോദിച്ചു, എവിടെന്നാണ് ബീവി നിങ്ങൾ മെഡിസിൻ പഠിച്ചത് എന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ എന്നൊക്കെ വിളിച്ചേക്കും. ആയിഷ ബീവി ഫിസിഷ്യനായിരുന്നു. നമ്മളിപ്പോ MBBS പോകണം, പഠിക്കണം, അന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ. മരുന്ന് കൊടുക്കുമായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചു, ബീവി നിങ്ങൾ എവിടെന്നാ ഇത് പഠിച്ചത്? ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പഠിച്ചത് ഒന്ന് ഹബീബിൽ നിന്ന് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ അത്തിബ്ബുൻ നബവി, ദി പ്രൊഫറ്റിക് മെഡിസിൻ, നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന നിബിതങ്ങളുടെ മരുന്നുകളുണ്ട്. പിന്നെ തങ്ങളെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരിൽ നിന്ന് പഠിച്ചത്. ബീവി മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഭയങ്കര ഗമയില്, എൻ്റെ മോൻ ഡോക്ടറാ. ആ കുട്ടിക്ക് അറിയുള്ളൂ അതിൻ്റെ ഇടങ്ങേറ് എത്രയാണെന്ന്. എത്ര അധ്വാനിച്ചിട്ടുണ്ട്, എത്ര പഠിക്കാനുണ്ടാവും, എത്ര ടെൻഷൻ അടിക്കണം. നമ്മൾ രണ്ട് വാക്കുകൾ, മോൻ ഡോക്ടറാ, മോനെ കെട്ടിച്ചതും ഡോക്ടറെ അടുത്ത് തന്നെയാണ്. രണ്ടാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. കഴിഞ്ഞു, ഒരു മിനിറ്റ് എടുത്തിട്ടില്ല പറയാൻ ഇതിൻ്റെ പിന്നിലെടുത്ത അധ്വാനം എത്രയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി പഠിക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും നന്മയും എളിമയും സേവന സന്നദ്ധതയും ഒക്കെ അല്ലാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആയിഷ ബീവി പഠിച്ചു ഒരുപാട് പഠനം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞപ്പോ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് വളരെ രസകരമായൊരു കല്യാണം. സ്വന്തം ശിഷ്യനാണ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് എന്ന ഫുഖഹാഉ സബ്ഇൽ മദീന കണ്ട, ലോകം കണ്ട പ്രഗത്ഭരായ 7 ഫുഖഹാക്കളിൽപ്പെട്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവര്. അവരുടെ ശിഷ്യനാണ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതൊരു വലിയ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ് കേട്ടോ. ആ ചരിത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കണില്ല. ശിഷ്യൻ കല്യാണം കഴിച്ചിരുന്നു, ഭാര്യ മരിച്ചുപോയി. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ മുസയ്യിബ് എന്നവര്
40 കൊല്ലം മദീന പള്ളിയിലെ ഒന്നാമത്തെ ജമാഅത്തിന് ഇമാമിന്റെ കൂടെ സംബന്ധിച്ച മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. പിന്നെ 40 ബ്രേക്ക് ചെയ്യണത് ഒരു ഹജ്ജിന് പോയി അതിന്റെ ശേഷം. പിന്നെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. 40 കൊല്ലം മദീന പള്ളിയിൽ ഇമാമിന്റെ നേരെ പിറകിൽ, മദീന പള്ളിയിൽ ഇമാമിന്റെ നേർപ്പിറകിൽ 40 സന മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം. എനിക്ക് അല്ലാഹു അക്ബർ എന്ന ഒന്നാമത്തെ തക്ബീർ ഇമാമിന്റെ കൂടെ അവ്വൽ ജമാഅത്ത് നഷ്ടമായില്ല എന്ന് ലോകത്തോട് പറഞ്ഞ മഹാനാണ് ഈ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉസ്താദ് വീട്ടിലേക്ക് അയച്ചത് മൂപ്പർ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചു. കഴിക്കണം, വിഷമത്തിലാണല്ലേ, ഒറ്റക്കാണല്ലേ? അതെ, എൻ്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാണ്, നാളെ നിക്കാഹാൻ. അന്തം വിട്ടുപോയി. അപ്പൊ മഹറോ, എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ പണ്ഡിതയായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന, അച്ചടക്കമുള്ള ഒരു മോൾ സഈദ് ബിൻ മുസയ്യബ് എന്നവരുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. കല്യാണത്തിന്റെ അന്ന് രാത്രി സർപ്രൈസ് ആയിട്ടാണ് ഈ വിഷയമൊക്കെ എത്തിയിരുന്നത്. അങ്ങനെ ഈ പുതിയാപ്പിള ചെറുക്കൻ അന്തം വിട്ട് അയൽ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പുന്നാര പെണ്ണുങ്ങളെ, ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരുക്കി തരണേ, എൻ്റെ ഭാര്യയെ സഈദ് മുസയ്യബ് എന്നവർ അവരുടെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കല്യാണം ഉണ്ടായത്. അങ്ങനത്തെ ഒരു, എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു അമ്മോശന്. ഉസ്താദുമാണ് അമ്മോശനുമാണ്. ഏതായിരുന്നാലും കല്യാണത്തിന്റെ രാത്രി കഴിഞ്ഞ് രാവിലെ ഈ പുതിയാപ്പിള തലികെട്ടോ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്? ദർസിലേക്ക് പോവുക. സഈദ് മുസയ്യിബ് എന്നവരുടെ മദീന ദർസിലേക്ക് പോവുക. അപ്പോ പെണ്ണ് എവിടേക്കാ പോവെന്ന് ചോദിച്ചു. നിന്റെ ഉപ്പാന്റെ ദർസിലേക്ക്. എന്റെ ഉസ്താദല്ലേ നിന്റെ ഉപ്പ? ഉപ്പാന്റെ ദർസിലേക്ക് പോവാ. എന്റെ വാപ്പ സഈദ് എന്നവര് നിങ്ങൾക്ക് ഓതിത്തരുന്ന കിതാബ് ഞാനിവിടെ ഓതിത്തരാം. അങ്ങനെ ഭാര്യ ഭർത്താവിന് കിതാബ് ഓതി കൊടുത്തു. അങ്ങനത്തെ പെണ്ണാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവരുടെ മോള്. സഈദ് ബിൻ മുസയ്യിബ് എന്നവരുടെ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മദീന കണ്ട മറ്റൊരു പണ്ഡിതനാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ രചന എന്ന് പറയുന്ന മുവത്വ, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 100ഓളം സ്വഹാബിമാരെ കണ്ടു എന്ന് ചരിത്രം പറയുന്ന മഹാൻ. മുവത്വ എന്ന ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും സമാഹരണം ലോകത്തിന് സമ്മാനിച്ച, ലോകത്തിന് അനുഗ്രഹമായി ലഭിച്ച ലോക പണ്ഡിതനാണ് ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മഹാന്റെ മുവത്വ ശിഷ്യന്മാർ ഓതി കൊടുക്കുമ്പോ ഉസ്താദിന് കിതാബ് മുതഅല്ലിമീങ്ങൾ ചൊല്ലുമ്പോ, ആ ചൊല്ലി കേൾക്കുമ്പോ ഉസ്താദ് കൊടുക്കുന്ന ഷറഹ്, അന്നത്തെ ദർസ് അങ്ങനെയാ. ഇന്നും ദർസിലൊക്കെ അങ്ങോട്ട് കിതാബ് ഓതി കൊടുക്കുക, മുതഅല്ലിമീങ്ങൾ ഓതി കൊടുക്കും. ഓതി കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു ശിഷ്യന്റെ ഇബാറത്തുകളിൽ ലഹ്ന് സംഭവിച്ചാൽ, ഇഅ്റാബ് തെറ്റിപ്പോയാൽ, നസ്ബുള്ളടുത്ത് ജർറ് വന്നാൽ, അല്ലെങ്കിൽ റഫ്അ് വന്നാൽ, അറബ് വ്യാകരണം ശരിയാവാതെ വന്നാൽ വാതിലിന്റെ ബാക്കിൽ നിന്ന് 2 മുട്ട് കേൾക്കും വാതിൽക്കെ. അപ്പോ ഇമാം അവറുകൾ പറയും ഒന്ന് മടക്കി പറയുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഓതിയത് തെറ്റിയിട്ടുണ്ട് എന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമായിരുന്നത് ബിൻതു മാലിക് ഇബ്നു അനസ്, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് പറഞ്ഞു കൊടുക്കും. വാതിൽക്ക മുട്ടും ഓതിയ തെറ്റിയിട്ടുണ്ടെങ്കിൽ. സാധുരു പക്ഷേ ഗുരുനാഥൻ അശ്രദ്ധയിലോ ശ്രദ്ധിക്കാതിരിക്കുകയോ ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോള് വാതിൽക്കൽ മുട്ടിക്കൊടുക്കും. അപ്പൊ മോള് മുട്ടിയ മനസ്സിലാവും ഓതിയിൽ എന്തോ തെറ്റുണ്ട്. അപ്പൊ ശിഷ്യനോട് നീ മടക്കി ഓതു എന്ന് പറയും. ഇങ്ങനത്തെ പണ്ഡിതകളെ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ശരീഅത്തുൽ ഇസ്ലാം വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യത്വം ലഭിക്കാത്ത സ്വഹാബിമാര് തന്നെ കുറവാണ്. ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് സ്വഹാബികൾക്ക് ദർസ് നടത്തിയിട്ടുണ്ട് എന്നത് വളരെ വലിയ അത്ഭുതമാണ്. ഈ പഠനമെല്ലാം നടത്തിയത് വിവാഹിതയായതിന്റെ ശേഷം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ ഇറാഖി. നേരത്തെ പറഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ആ മോനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു അബ്ദില്ല എന്ന് പറയാറുണ്ട്. അബ്ദുള്ളയുടെ ഉമ്മ എന്ന്. ആയിഷ ബീവിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരാൾക്കും ജന്മം കൊടുത്തിട്ടുമില്ല. എന്നാൽ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് പറയുന്നത്
ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ ഉമ്മ മകനെ നോക്കുന്ന പോലെ നോക്കിയതിന്റെ പേരിൽ സ്വഹാബിയത്തുകൾക്കിടയിൽ ആയിഷ ബീവി അറിയപ്പെടുന്നത് ഉമ്മു അബ്ദുല്ലാഹി എന്നാണ്. അബ്ദുള്ളയുടെ ഉമ്മ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നിവരുടെ ഉമ്മ. മഹാനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ നമുക്ക് റിവായത്തുകൾ തന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ മഹത്വം അറിയുന്നത് അതിൽ അധികം റിവായത്തുകളും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അൻ ഉമ്മി അബ്ദുല്ലാഹി ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാമത് തുസല്ലി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഫവഖാനാ അദാബസ് സമൂം ഫനജ്ജാന അല്ലാഹ് അൽഹംദുലില്ലാഹി അൽദീ നജ്ജാനാ മിൻഹാ ഫവഖാനാ അദാബസ് സമൂം ഔ കമാ ഖാല സുബ്ഹാനഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരായത്ത് ഓതിയിട്ട് ഒരു ദിവസം പകൽ മുതൽ ളുഹർ വരെയുള്ള സമയം മഹദി റളിയല്ലാഹു തആല അൻഹ ഒരായത്ത് ഓതിയിട്ട് സുന്നത്ത് നിസ്കരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അറിവ്, പെണ്ണുങ്ങൾ ധാരാളം അറിവ് പഠിക്കണമെന്നാണ്. കേട്ടിട്ടും വായിച്ചിട്ടും അറിവിന്റെ ലോകത്തേക്ക് വരണം. അവർ അധ്യാപികമാരാണ്, വെറൊരു ഉമ്മമാര് മാത്രമല്ല. ഉമ്മ ആകുന്നതോടുകൂടെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞില്ലേ? ബാപ്പാന്റെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞോ? ഇല്ല. സ്വർഗം ഇല്ലാത്തത് കൊണ്ടല്ല. അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗത്തിന്റെ നടുവാതിലാണ്, മധ്യവാതിലാണെന്ന് നബി തങ്ങൾ. സ്വർഗത്തിന്റെ മെയിൻ ഗേറ്റ് വാപ്പയാണ്. എന്നാൽ ഉമ്മമാർക്ക് സേവനം ചെയ്യുന്നതോടുകൂടെ നല്ല ഉമ്മാരാവണേ, അതൊരു ബാധ്യത ഉണ്ട്. ഉമ്മാന്റെ പുരുഷൊക്കെ പറയുമ്പോൾ ഉമ്മ കണ്ട് പിന്നെ പൊന്താണ്, പിന്നെ തോന്നിയത് മുഴുവൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒന്നും ആവരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ. ഉമ്മമാർ വെറുപ്പൊരിക്കലും കൊടുക്കരുത്. അത് മക്കളോടോ മരുമക്കളോടോ വെറുപ്പ് കാണിക്കരുത്, ഇഷ്ടക്കേട് കാണിക്കരുത്. ആൺമക്കളെ പെൺമക്കളെ ഉമ്മമാർ വേർതിരിച്ച് കാണരുത്. ഒരു മോന്റെ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം, അഞ്ചന്റെ കുട്ടിയോട് ഇഷ്ടമല്ല. അതൊക്കെ മക്കൾക്ക് ഭയങ്കര വേദനയാവും. ഉമ്മക്ക് ചിലപ്പോൾ അതൊന്നും തിരിയുണ്ടാവില്ല. പക്ഷെ അങ്ങനെ വേർതിരിച്ച് കാണിക്കരുത്. പേരക്കുട്ടികളെല്ലാവരും ഒരുപോലെയാണ്, മക്കൾ ഒരുപോലെയാണ്. അങ്ങനെ കാണിക്കണം. വെറുപ്പുണ്ടാക്കരുത്. നാവുകൊണ്ട് വെറുപ്പുളവാക്കുന്ന വാക്കുകൾ ഉമ്മമാരെ പറയരുത്. നിങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം ആ മാതാവിന്റെയും പിതാവിന്റെയും കാലിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് പറയാൻ കാരണം എന്താ അറിയോ? ഉമ്മ പറയും, എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടയക്ക, അവൾ എനിക്ക് പിടിച്ചിട്ടില്ല. എന്തേ ഉമ്മ? കല്യാണം കഴിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീം നിന്നണ പോലെ. എന്തുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചിട്ടില്ല? അപ്പൊ കാരണം എന്താ? കാരണം കല്യാണം കഴിഞ്ഞപ്പോ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മകൻ പിന്നെ വേദമൊക്കെ കേട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന കാര്യം. ഉമ്മക്ക് ഇപ്പൊ അത്ര ആവേശമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉമ്മ വരെ ഒന്നും കൊണ്ടുവരാതെ അവള് പോകുന്നത്. എന്നാ പിന്നെ അവളെ മൂത്തച്ചിയോ അവളെത്ര കൊണ്ടുവന്നു? ഈ കൊണ്ടുവന്നു ഇതെത്താ എന്നാ അത് വയറ് നിറയാ? എനിക്കറിയില്ല. ഈ കൊണ്ടുവരന്നെ വരുമോ? കൊടുക്കണ പരിപാടി നമ്മൾ ആലോചിക്കണില്ലല്ലോ. പ്രസവിച്ചാലും കൊണ്ടുവരണം, കുടിരിക്കലിനും കൊണ്ടുവരണം, തക്കാരത്തിനും കൊണ്ടുവരണം, കല്യാണത്തിനും കൊണ്ടുവരണം. ഇതിങ്ങനെ വാങ്ങിക്കൂട്ടൽ തന്നെ പരിപാടി. അതിൽ കുറയുമ്പോൾ വെറുപ്പ്. അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു, മുമ്പ് ചെയ്ത നന്മകൾ മറന്നു. അതിന്റെ പേരിൽ പിണക്കം, തൊലാക്ക്, ഒഴിവാക്കല്. അങ്ങനെ ഒരു ഉമ്മ മകനോട് ഭാര്യനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തേ? അവരെ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണിയാണ്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്. അതിനനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിക്കേണ്ട, ഉമ്മാനെ വിഷമിപ്പിക്കും വേണ്ട. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ട. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല. ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ ഏട്ടനോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ജ്യേഷ്ഠൻ ചോരയല്ലേ, ചോരബന്ധമല്ലേ? ആ കുടുംബ ബന്ധം നിലനിർത്തണം. അത് ഉമ്മാക്ക് വിഷമല്ലാത്ത രീതിയിൽ. ഉമ്മ മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല, അങ്ങനെയല്ല. ഇൽമ് വേണം, അറിവ് വേണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒരാൾ പറഞ്ഞാലും ചെയ്യേണ്ടതില്ല. അള്ളാഹ് പറഞ്ഞത് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമെന്നല്ലേ. അതുകൊണ്ട് ഉമ്മമാരും ആ ലെവലിലേക്ക് ഉയരണം. നമ്മളെ പഴയ ഉമ്മാരുണ്ടല്ലോ, ഒരമ്മായിമാരെ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്നും മരുക്കളോട് കാണിക്കേണ്ട കാര്യമില്ല. അന്നത്തെ പഴയ അമ്മായിമ്മ മിക്സി, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ട് ഈ മിക്സിയിൽ അരക്കാൻ മാത്രമൊന്നും 30 ആയിട്ടില്ല, ഈ കല്ലുമ്മ പോയി അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ.
അല്ലെങ്കിൽ അന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഉമ്മ അതിൽ തിരുമ്പിയാൽ എൻ്റെത് വൃത്തിയാവില്ല, എൻ്റെത് കല്ലുമ്മ പോയി തരും. അത് വാശിക്ക് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. ഞാൻ സുഖിക്കാത്ത എന്തിനാ ഓള് സുഖിക്കണത്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. കുറേ നമ്മളങ്ങ് സഹിക്കുക. അടുത്തൊരു തലമുറക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എത്രയോ എത്രയോ സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഉമ്മമാരുടെ പിടിവാശി കൊണ്ട് അതൊന്നും അനുഭവിക്കാൻ വിടാതെ കഷ്ടപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഇനിയൊന്നും അങ്ങനൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. സ്നേഹമുള്ള വീട്, സ്നേഹമുള്ള മക്കള്, സ്നേഹമുള്ള കുടുംബം, എന്ത് സന്തോഷായിരിക്കും. അതുകൊണ്ടാണ് ധർമ്മസമരത്തിന് എനിക്ക് സമ്മതം തരണം നബിയെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് യുദ്ധത്തിന് സമ്മതം വാങ്ങാൻ വന്ന യമനിയായ ഒരു സ്വഹാബിയോടാണ് ഉമ്മയുണ്ടോ വാപ്പയുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്, ഉമ്മയാണുള്ളത്. ഉമ്മാക്ക് വേറെ മക്കളുണ്ടോ? ഇല്ല, ഞാനൊരു മോനേ ഉള്ളൂ. എന്നാൽ ഇൽസംഹാ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് സ്വർഗമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗം ഉമ്മയുടെ കാലിന്റെ താഴെയാണ് ആ സ്വർഗമുള്ളത്. നീ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചുപോ, ഉമ്മാക്ക് സേവനം ചെയ്യ്, ഉമ്മയെ ഒറ്റക്കാക്കി കളയല്ല എന്ന് ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പറയുമ്പോഴേ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ, അങ്ങനെ ഹദീസില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാനാണ്. സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ താഴെയാണ്. അൽ ജന്നത്തു മുബ്തദയും തഹ്ത ഖബറുഹു, അങ്ങനെ ഒരു ഇബാറത്ത് ഹദീസിലില്ല. അത് ഹദീസല്ല. പിന്നെയോ ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമി, ആ മഅന ഹദീസാണ്. ഉമ്മയെ നീ കൂട്ടിപ്പിടിക്ക്, ഉമ്മയുടെ കൂടെ നിൽക്ക്, സ്വർഗം ഉമ്മയുടെ കാലിന്റെ താഴെയാണ്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത, അതാണ് ഹദീസ്. എന്തല്ല അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ കുട്ടികൾക്ക് മദ്രസയിലൊക്കെ റബീഉൽ അവ്വലിനൊക്കെ സ്പീച്ച് എഴുതി കൊടുക്കുമ്പോഴേ അറിയാതെ പറയാറുണ്ട്, നബി തങ്ങൾ പറഞ്ഞു ഖാല റസൂലുള്ളാഹ്, അങ്ങനെ പറയരുത്. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്, എൻ്റെ ആ ഒരു ബഹ്സിൽ കിട്ടിയത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാർക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നോക്കണേ. ഒരു പ്രസവം നടക്കുന്നതോടുകൂടെ, അവരൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ അവരുടെ കാലിന്റെ താഴെ സ്വർഗമുണ്ട് എന്നല്ലാഹു. അതുകൊണ്ടാണ് നബിയെ അയ്യുന്നാസി അഹഖു ബിഹുസ്നി സ്വഹാബതി, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടി എന്താണ്? ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നമ്മൾ ആരോട് നന്നായി പെരുമാറേണ്ടത്? ഉസ്താദിനോട്, അധ്യാപകനോട്, നമ്മുടെ മാനേജറോട്, നമ്മുടെ എംപ്ലോയറോട്, നമുക്ക് ജോലി എന്ന ആളോട്, നമ്മളൊക്കെ വിസ എടുത്ത ആളോട്. നമ്മളങ്ങനെ പലരോട് നന്നായി ഭയങ്കര ഡീസൻ്റ് ആകാരം. ഒരിടം നമ്മൾ ചൂടായി പോരുവേ. ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടാ പോയിക്കാണി ഉമ്മ, നിങ്ങൾക്ക് ഇതന്നെ എപ്പോഴും വേറൊന്നും ഇല്ലേ? നമ്മൾ എന്തൊക്കെ ഡയലോഗ് പറയും. ചിലപ്പോൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിനക്ക് ജോലി തന്ന ആളോടല്ല, നന്നായി പെരുമാറിക്കോളി. ഏറ്റവും നന്നായി ആരോടാ? ഉമ്മുക, നിന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല പെരുമാറ്റം അർഹിക്കുന്നത്, ഉമ്മയോടാണ്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ സുമ്മമൻ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വീണ്ടും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാ നബിയെ? സുമ്മമൻ ഖാല ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. 3 തവണ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. സുമ്മ ഖാല അബൂക്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ഉപ്പയോട്. മക്കൾക്ക് ഉമ്മയും വാപ്പയാണ്. പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങേറും അനുഭവിച്ചിട്ടില്ല. ഉമ്മ ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി, ഞരമ്പ് വലി തുടങ്ങി, ഉറക്കം കിട്ടാണ്ടാവല് തുടങ്ങി, ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല് തുടങ്ങി. പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ്. ഒരു നിലമ്പൂർക്കോ മഞ്ചേരിക്കോ ഇടയ്ക്കര എവിടെങ്ങളോ പോലെ എനിക്കറിയില്ല, ഇവിടെ ചെന്ന് കാത്തുനിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി പരിശോധന കഴിഞ്ഞ് പടച്ചോനെ വിശപ്പും ദാഹവും തളർച്ചയും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചുപോയി, ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക. അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം, കുട്ടിക്ക് ചുമ, കുട്ടിക്ക് കഫക്കെട്ട്, കുട്ടിക്ക് ന്യൂമോണിയ, ഭർത്താവ് കൂളായിട്ട് കുറുക്കം വെച്ച് ഉറങ്ങുന്നുണ്ടാവും, ഭാര്യ ഇപ്പുറത്തുണ്ടാവും, അല്ലേ? നമ്മൾ ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുക, ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല. അപ്പം ഈ കുട്ടി ഇങ്ങനെ മുളച്ചുണ്ടായതാ? ഈ കുട്ടി ഉണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ?
ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഉമ്മക്കല്ലേ? അവളുണ്ടായപ്പോഴല്ലേ, അവളുടെ ആരോഗ്യമല്ലേ, അവളുടെ ചോരയല്ലേ, ശരീരമല്ലേ കുഞ്ഞ് എന്ന് പറയുന്നത്. ചില ഭർത്താക്കന്മാർ അങ്ങോട്ട് കുട്ടി മതി, അതുവരെ ബൈക്കുമേലും ബസ്സിലും കാറിലൊക്കെ കൊണ്ടുപോയി ടൂറൊക്കെ, കുട്ടി കഴിഞ്ഞ് ഇവിടെ ഇരുന്നോ, ഇനി വരേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ ആവരുത്. സ്നേഹം കൂടുതൽ കൊടുക്കണമെന്ന്. അപ്പം നമ്മൾ വാപ്പാന്ന് പറഞ്ഞ സുഖത്തിന് നല്ല രസമല്ല വർത്താന, വാപ്പയാണ് എന്തേ അറിഞ്ഞിട്ടുണ്ടോ? ഒരടങ്ങേറും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മമാരങ്ങനെയല്ല. കുഞ്ഞ് ജനിച്ചൊരു 3-4 കൊല്ലം വരെ മര്യാദക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും അവർക്ക് പറ്റൂല. ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ കൊല്ലം പ്രസവിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഉമ്മുക സുമ്മ ഉമ്മുക സുമ്മ ഉമ്മുക, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്. ഏറ്റവും വലിയ, ഏറ്റവും നല്ല സ്വഭാവം നിന്നിൽ നിന്ന് അർഹിക്കുന്നത് നിന്റെ ഉമ്മയാണ്. സുമ്മ മൻ, പിന്നാരാ നബിയെ? അബൂക, നിന്റെ വാപ്പയാണ്. വാപ്പാനെ മോശാക്കാനല്ല, ഉമ്മയുടെ സ്ഥാനം അതിലും വലുതാണെന്ന് മനസ്സിലാക്കി തരാനാണത്. ഇതൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ഉമ്മയോട് തിരിച്ച് വേർഡ് ഫൈറ്റ് നടത്തുമ്പോഴേ, മോനെ ഉമ്മയോടത് പറയരുത് എന്ന് വാപ്പ പറയണം, ഭർത്താവ് പറയണം. ഭാര്യയോട് മക്കള് കയർത്ത് സംസാരിക്കുമ്പോ മക്കൾക്ക് ഒരിക്കലും മക്കളോട് മാതാവിന് എതിരായി വാപ്പ സപ്പോർട്ട് ചെയ്യരുത്. ചില ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. അതന്നെ പറഞ്ഞുകൂടും മോനെ, വാപ്പാന്റെ സപ്പോർട്ടാ മോന്. അങ്ങനെ ആവരുത്. ഉമ്മ പറയേണ്ടത് എന്താ? മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വാപ്പയോട് പറയും, അല്ലെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ, അമ്മായിന്റെ വീട്ടിക്ക് പോട്ടെ, കാക്കാന്റെ വീട്ടിൽ പോട്ടെ എന്ന് മകൻ സമ്മതം ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയാ വാപ്പാനോട് ചോദിച്ചോട്ടോ. വാപ്പ പറയും, ഉമ്മാട് ചോദിച്ചു ഉമ്മ എന്തേ പറഞ്ഞേ? ഉമ്മ ആയിക്കോട്ടെ, വാപ്പാന്റെ സമ്മതം തരണം എന്നാ പറഞ്ഞു. ഉമ്മക്ക് ഓക്കെയാണ്, ഓക്കെയാണ്, എന്നാ നീ പോയിക്കോ. അപ്പൊ എന്തായി? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നതാണ് മക്കൾ കാണുന്നത്. എൻ്റെ മക്കൾക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ അവരെൻ്റെ ഭാര്യയോട്, എൻ്റെ കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചിട്ട് കാര്യം ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി, ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഉമ്മയോട് എൻ്റെ അടുത്ത് വരും, ഉമ്മ എന്തേ പറഞ്ഞ്? ഉമ്മ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓക്കെ ആണോ? എന്നാ ഓക്കെ. ഇത് ഞാൻ പറയുമ്പോഴേ എൻ്റെ മക്കൾക്ക് എന്നോടും എൻ്റെ ഭാര്യയോടും കുട്ടിയുടെ ഉമ്മയോടും ബഹുമാനം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ തന്നെ അങ്ങോട്ടോട് തട്ടിക്കളിച്ച പിന്നെ മക്കളെങ്ങനെ ബഹുമാനം പിടിക്കുക? ഇത് ശ്രദ്ധിക്കണം. ഒരു ഭാര്യയെയും ഒരു ഭർത്താവ് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കുകയോ കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. പുണ്യ നബിയോട്, നബിയെ ഒരു ഉപദേശം തരണമേ എന്ന് ചോദിച്ചു വന്ന ആൾക്ക് നബി ഞങ്ങൾ കൊടുത്ത ഉപദേശം എന്താ അറിയോ? ലാ തഗ്ളബ്, നീ ചൂടാവരുത്. അപ്പോൾ ചോദിച്ചു, പൊന്നാ നബി വേറെന്ത്? മുമ്പ് ചോദിച്ചു, നീ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പൊരുത്തോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്ര ദിവസം ഖുർആൻ ഓദിക്കുമോ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിചാരിച്ചത്. തങ്ങൾ എന്താ മൂപ്പരോട് പറഞ്ഞത്? ലാ തഗ്ളബ്. ആളൊരു ദേഷ്യക്കാരനാ, അത് തങ്ങൾക്കറിയാം. നീ ദേഷ്യപ്പെടരുത്. മൂപ്പര് വെച്ചു, പിന്നെന്തെങ്കിലും നബിയെ? നീ ദേഷ്യപ്പെടരുത്. നബിയെ വേറെന്തെങ്കിലും ഉപദേശം എനിക്ക് പറ്റിയത്? നീ ദേഷ്യപ്പെടരുത്. ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. ഇത് ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാണെന്നറിയോ? ഒരു സ്വഹാബിക്ക് മാത്രമല്ല, ഓരോ സ്വഹാബിയുടെയും ഇൻഡിവിജ്വൽ കേസുകൾ ഒരു ഉമ്മത്തിന്റെ പ്രശ്നമാണ്. ഹദീസിന്റെ ഒരു വലിയ അത്ഭുതം അതാണ്. സ്വഹാബികൾ ഒരുപാട് സംഭവങ്ങൾ കാണും. ആ സംഭവങ്ങളൊക്കെ ഉമ്മത്തിനുള്ള ഉപദേശങ്ങളാണ്. അംബിയാഇന്റെ സ്വഭാവങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽഖിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരോ നബിയുടെ സ്വഭാവങ്ങൾ അത് നബിതങ്ങളിലുണ്ട്. തങ്ങളുടെ സ്വഹാബിമാർ നബിതങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ തങ്ങളുടെ സ്വഭാവങ്ങളിൽ ഓരോന്ന് സ്വഹാബികളിലുണ്ട്. സ്വഹാബികളിലെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ പരിഹാരം. അപ്പം നമുക്ക് ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാകും, നമുക്കറിയുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പം എന്താ ദേഷ്യപ്പെട്ടോ? പൊരിഞ്ഞ ചൂടായിട്ടൊക്കെ അറിയാൾ പറയണ്ടാവുക. ഇമാതിരി ദേഷ്യം ഒരുപക്ഷെ ആ പെണ്ണ് കേട്ടിട്ടുണ്ടാവില്ല അവളുടെ വീട്ടിൽ നിന്ന്. ഇവിടെ സാധാരണ ആയിരിക്കും. സ്വന്തം വീട്ടിൽ ഭർത്താവ് വാപ്പയോട്, വാപ്പ അനുജനോട്, അനുജൻ വാപ്പയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്ന ഒരു വീടായിരിക്കും. ഒരുപക്ഷെ അത് പരിചയമില്ലാത്തൊരു വീട്ടിൽ നിന്നായിരിക്കും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടാവുക. ഞാൻ ചൂടായോ? ഞാൻ ചൂടായാലും ഇതൊന്നുമല്ലല്ലോ ചൂടാവല് എന്ന് പറയരുത്. ദേഷ്യം മനുഷ്യനിൽ പിശാച് തട്ടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ശക്തിമാൻ ഞങ്ങൾ പറഞ്ഞു മസിലുള്ളവനല്ല. ലൈസ ശദീദു ബിസ്സുറഅ. സുറഅത്ത് എന്ന് പറഞ്ഞാൽ റസ്ലിംഗ് എന്നാണ്. റസ്ലിംഗ് അടിച്ച് മുഖത്തടിച്ച് കുത്തിപ്പരിപ്പ്, അങ്ങനത്തെ കളിയില്ലേ റസ്ലിംഗ്. അങ്ങനത്തെ മസിലൊന്നുമല്ല ശക്തി എന്ന് പറഞ്ഞാൽ. ശക്തിമാൻ എന്ന് പറയുന്നത് ദേഷ്യം
ദേഷ്യം പിടിക്കുമ്പോ ചില വിഷയങ്ങൾ ദേഷ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വാക്കുണ്ട്. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം. പക്ഷെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞത് ബഹളം വെച്ചുകൊണ്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലായി. നമ്മുടെ നാട്ടിലേക്ക് അറിയാത്തൊരു സംഗതി അതാ. നമ്മൾ എപ്പോഴും ബഹളം, സന്തോഷമാണെങ്കിലും ബഹളം. ഒരു കല്യാണത്തിന് പന്തല് ചെന്നാൽ 100 മീറ്റർ ഇപ്പുറത്ത് ഒച്ച കേൾക്കാം നമ്മുടെ ബഹളം. നമ്മുടെ മലയാളം തന്നെ ഭയങ്കര സൗണ്ടാണ് അല്ലേ? ഭയങ്കര സൗണ്ടുള്ള ഭാഷ മലയാളം. നമ്മൾ വേറെ ഭാഷകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോഴാണ് മറ്റു രാജ്യക്കാർ എത്ര സൗമ്യമായിട്ട് സംസാരിക്കും.